സാമ്പത്തിക തട്ടിപ്പ് വീരനെ കുറുപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ആവശ്യങ്ങളിൽ സഹായിക്കാം എന്ന് പറഞ്ഞ് വിശ്വാസവഞ്ചന നടത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയ തൃശൂർ സ്വദേശി ജയൻ, ചാലക്കുടി സ്വദേശി ഫ്രെഡി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. എറണാകുളത്ത് ആരംഭിക്കുന്ന പുതിയ സ്ഥാപനത്തിൽ ഓഹരി വാഗ്ദാനം ചെയ്താണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പേരെ പ്രതികൾ പറ്റിച്ചത്. കേസിലെ ഒന്നാം പ്രതി ജയന്റെ ഭാര്യ ഹണിയാണ്. ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. 2022 സെപ്റ്റംബർ 27 കുറുപ്പുംപടി തുരുത്തി സ്വദേശിനി ജീവ റിജിയിൽ നിന്ന് 32 ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തു. എറണാകുളത്ത് ആരംഭിക്കുന്ന ഫൈനസ് സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിൽ ഡയറക്ട് ബോർഡ്ഷിപ്പ് ആൻഡ് ഓണർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തുരുത്തി സ്വദേശിനിയിൽ നിന്നും ഇവർ പണം തട്ടിയത്. ഇതുകൂടാതെ ജീവ റിജിയുടെ സഹോദരൻ കോട്ടപ്പടി സ്വദേശി ജോബിയിൽ നിന്ന് ഇവർ 50 ലക്ഷം രൂപയും തട്ടിയെടുത്തിട്ടുണ്ട്. ഫൈനസ് സ്റ്റുഡിയോ എന്ന ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ പാർട്ണർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് ചൈനയിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ അക്കൗണ്ട് എടുത്തിട്ട് വൈറ്റ് മാപ്പിംഗ് നടത്തി ഞങ്ങളെ വഞ്ചിച്ചിട്ടുള്ളതാണ്. ഈ സമാന രീതിയിൽ അനേകം ആളുകളെ പറ്റിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് 51 ലക്ഷം രൂപ, സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം, എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് മാസ്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് 98 ലക്ഷം രൂപ പറ്റിച്ചിട്ടുള്ളതാകുന്നു. പ്രതികൾ വികസിപ്പിച്ചെടുത്ത ഇന്റീരിയർ ഡെക്കറേഷൻ സോഫ്റ്റ്വെയർ സ്ഥാപനത്തിന്റെ ഡയറക്ടറാക്കാമെന്ന് പറഞ്ഞാണ് ജോബിയിൽ നിന്ന് ഇവർ പണം തട്ടിയത്. ഇതുകൂടാതെ ഓഫീസ് മെയിന്റനൻസ് നടത്താനും ഓഫീസ് ഫർണിച്ചറുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുണ്ടെന്നും പറഞ്ഞ പ്രതികൾ ഇവരിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ട്. ചൈനയിലായിരുന്ന ജയൻ നാട്ടിലെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറുപ്പുംപടി പോലീസ് തൃശൂരിലെ വസതിയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ജയനിൽ നിന്ന് സമാനമായ തട്ടിപ്പിന് ഇരയായ ആളാണ് മൂന്നാം പ്രതി ഫ്രെഡി. പ്രതികൾ പിടിയിലായ വിവരമറിഞ്ഞ വിവിധ രീതിയിൽ പ്രതികളിൽ നിന്ന് തട്ടിപ്പിനിരയായ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പരാതികളുമായി കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെത്തി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കൊച്ചി.